31 അപ്പാർട്ട്മെന്റ് എനിക്ക് തോന്നുന്നില്ല ടച്ച് ഒക്കെ എത്രയുണ്ടാവും? 25 ഇരുപത്തഞ്ചിന്റെ കാലം കഴിയും. ഇപ്പൊ ഇവിടെ ഏകദേശം ഇപ്പൊ നിലവിൽ എനിക്ക് തോന്നുന്നു ഒരു 50-55 ലക്ഷം ലാൻഡ്. ഒരു മെട്രോ ടു ഒരു 1.5 മിനിറ്റ് ആണ് ആക്ച്വലി മെട്രോ ട്രാവൽ ചെയ്യുന്നത്. യു ക്യാൻ ചെക്ക് ഇറ്റ് കയറിയിട്ട്. അപ്പൊ 3 മിനിറ്റില് നിങ്ങള് ലുലിനകത്തെത്താം. പുറത്തിറങ്ങാതെ തന്നെ സ്റ്റേഷനകത്ത് സാധനങ്ങൾ വാങ്ങിക്കാൻ നേരെ മെട്രോ കയറിയിട്ട് 3 മിനിറ്റ് വീട്ടിൽ എത്തി. 5 മിനിറ്റ് വീട്ടിൽ എത്തി. ഒരു സെന്റ് ലാൻഡ് ഒരു അപ്പാർട്ട്മെന്റിന് ഇവിടെ 2 ഷെയർ കിട്ടും. കുറെ ഇൻവെസ്റ്റർ ബേസ് ഉണ്ട്. ഐ തിങ്ക് ഇതൊരു ഇൻവെസ്റ്റർ പോർട്ട്ഫോളിയോനും പെർഫെക്റ്റ്. അവരുടെ ഒരു രജിസ്ട്രേഷൻ കോസ്റ്റ് എത്ര വരും? ഇപ്പൊ 10%. ഇവിടെ അത്രയില്ല. ഇവിടെ 6% രജിസ്ട്രേഷനേ ഉള്ളൂ. ഒരു 95 ലാക്സിൽ താഴെ നമുക്ക് 2 BHK സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ സജി സർ, വെൽക്കം ടു റിയൽ എസ്റ്റേറ്റ് വിത്ത് അരുൺ. താങ്ക് യു. ഞാൻ ആക്ച്വലി ഇതുപോലെ നമ്മൾ കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റ് സാറ്റലിന്റെ ബ്രാൻഡിലുണ്ടല്ലോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി വീഡിയോ. പക്ഷെ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വീഡിയോ അല്ലെങ്കിൽ പ്രോജക്റ്റ് വളരെ ഒരു ഐഡിയൽ ലൊക്കേഷൻ ആണ് റീസെന്റ് ടൈംസിൽ. എനിക്ക് പേഴ്സണലി NRI കസ്റ്റമേഴ്സ് ഏറ്റവും പ്രിഫർ ചെയ്യുന്ന കുറെ ആസ്പെക്ട് ഓഫ് റിക്വയർമെന്റ് ഇതിൽ മീറ്റ് ആവുന്നുണ്ട്. അതിൽ വൺ ഓഫ് ദി മേജർ ആയിട്ട് എനിക്ക് തോന്നിയത് പ്രോക്സിമിറ്റി ടു ലുലു മോൾ ആൻഡ് ഹൈവേ ഫ്രണ്ടേജ് മെട്രോ. സോ ടെക്നിക്കലി ട്രാൻസ്പോർട്ടേഷൻ വൈസ് എല്ലാം കവേർഡ് ആണ് അതിനുള്ളിൽ. എനിക്കൊരു ബേസിക് ഐഡിയ പറയാമോ ഇതിനെ കുറിച്ച്, പ്രോജക്റ്റിനെ കുറിച്ച്? തീർച്ചയായിട്ടും. കാരണം ഇത് നമ്മൾ ഇത്രയും പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് നമ്മുടെ ഒരു ഐക്കോണിക് പ്രോജക്റ്റ് തന്നെയാണ്. ബിയോണ്ട് ഇൻഫിനിറ്റി എന്നാണ് പ്രോജക്റ്റിന് നമ്മൾ പേരിട്ടേക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നത് എടപ്പള്ളി സിഗ്നലിലാണ്. നമ്മുടെ തൊട്ട് മുന്നിൽ ലുലു എടപ്പള്ളി മെട്രോ സ്റ്റേഷൻ. നമ്മൾ ഇവിടുന്ന് ഇപ്പം ഡ്രൈവ് ചെയ്താൽ ഒരു വിത്തിൻ 5 മിനിറ്റ്സ് നമ്മൾ ഹൈവേ തന്നെയാണ് നമ്മുടെ പ്രോജക്റ്റ് വരുന്നത്. അപ്പൊ ഈ പ്രോജക്റ്റ് പേരിട്ടതുപോലെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് എന്താ പറയാ, ഇൻഫിനിറ്റിക്ക് അപ്പുറത്ത് ഒളിച്ചു വെച്ചുള്ള അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ആണ്. ഇപ്പം അറിയാലോ, എല്ലാം ഫ്യൂച്ചറിസ്റ്റിക് ലിവിംഗ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അതായത് പലപ്പോഴും വീട്ടില് വരുണും അത് ഇതാക്കിയുണ്ട്, ഭാര്യ ഇത്ര വണ്ടി കയറിയിട്ട് അവർ അയ്യോ ഗ്യാസ് ഓഫ് ചെയ്തു എന്നൊരു സംശയം, അല്ലെ AC ഓഫ് ചെയ്തു എന്ന സംശയം. ഇതൊക്കെ നമ്മൾ കവേർഡ് ആണ്. എല്ലാം നമുക്ക് ഇന്റഗ്രേറ്റഡ് ആയിട്ട് നമുക്ക് നിങ്ങളുടെ മൊബൈലിൽ ഇരുന്ന് റിമോട്ട്ലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ പ്രോജക്റ്റ് വരുന്നത്. ഈവൻ എൻട്രി പോലും ടു ഗെറ്റ് ഇൻ ടു ദ സ്റ്റേഴ്സ് ഓർ ലിഫ്റ്റ് യു നീഡ് ആൻ ഓതറൈസേഷൻ. ഹാൻഡോ അല്ലെങ്കിൽ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ചാർജിങ് പോയിന്റ് വലിയൊരു പ്രശ്നമാണല്ലോ. ഗോയിങ് ഫോർവേഡ് എല്ലാവരും EV കാർസ് ഉപയോഗിച്ച് തുടങ്ങും. ഇതിവിടെ നമ്മൾ എവറി കാർ പാർക്കിംഗ് കംസ് വിത്ത് EV ചാർജിംഗ് പോയിന്റ്. നമ്മൾ ആക്ച്വലി ലുലുന്ന് സ്ട്രെയിറ്റ് ഡ്രൈവ് ആണ്. അതെ, ഹൈവേ വഴി. അതെ, ഈ ഒരു ടൈമിൽ ഒരു മീഡിയം ട്രാഫിക് ഉണ്ട്. അതെ, അത്യാവശ്യം ഓഫീസ് അവേഴ്സിന്റെ ട്രാഫിക് ഉണ്ട്. എന്നാലും ഐ തിങ്ക് ഹാർഡ്ലി 5 മിനിറ്റ്സ് അല്ല, 5 മിനിറ്റിൽ നമ്മൾ അവിടെ. ഇത് ആക്ച്വലി ലുലു കഴിഞ്ഞാൽ അടുത്ത മെട്രോ സ്റ്റേഷൻ ഈ നമ്മുടെ മുന്നിൽ കാണുന്ന പത്തരിപ്പാലം കഴിഞ്ഞാൽ കുസാറ്റ്. നമ്മുടെ പ്രോജക്റ്റ് കുസാറ്റ് മെട്രോ സ്റ്റേഷൻ എത്തണ്ട, അതിനൊരു 300 മീറ്റേഴ്സ് മുന്നേ ആണ്. എക്സാക്ട്ലി പറഞ്ഞാൽ പില്ലർ നമ്പർ 321 അതാണ് നിങ്ങളുടെ അഡ്രസ്. ഈവൻ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും പ്രോബ്ലി എനിക്ക് തോന്നുന്നു നിങ്ങൾ റോട്ടിൽ പോയാൽ മേ ബി ഒരു 40 മിനിറ്റ് എടുക്കും. മെട്രോയിൽ ചിലപ്പോൾ അത്രയും സമയം വേണ്ട. അവരുടെ 31 അപ്പാർട്ട്മെന്റുകളേ ഉള്ളൂ ഈ മൊത്തം പ്രോജക്റ്റിൽ. നമുക്കിപ്പോ ഏകദേശം 14 നിലയുണ്ട്. 31 അപ്പാർട്ട്മെന്റ്സേ ഉള്ളൂ. അപ്പം വളരെ ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു 31 പേരെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെയാണ് നമ്മളത് ചെയ്തേക്കുന്നത്. എന്നാൽ എല്ലാ വേരിയേഷൻസും ഉണ്ട്. 2, 3, 4. അതെ, നമുക്കൊരു 1150 2 BHK എന്ന് വെച്ചാൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള 2 BHK ആണ്. 1150 സ്ക്വയർ ഫീറ്റ് ആണ് നമുക്ക് ഏറ്റവും ചെറുത്. അതുകൊണ്ട് 2300 സ്ക്വയർ ഫീറ്റ് വരെ നമുക്ക് അവൈലബിൾ ആണ്. 4 BHK അവൈലബിൾ ആണ്. 4 BHK എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഒരു 1900 സ്ക്വയർ ഫീറ്റുള്ള 4 BHK 4 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാൽക്കണിയും ടോയ്ലറ്റും അടക്കമായിട്ടാണ് വരുന്നത്. നല്ല പ്ലാനായിട്ടാണ് വരുന്നത്. ഞാൻ ചിന്തിക്കുന്ന വെച്ചാൽ, ഞാനിപ്പം കുറെ NRI ബേസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട ഒരു റിക്വയർമെന്റ് എന്ന് വെച്ചാൽ അവർക്ക് ഒന്നാമത് കുറച്ച് IT ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാവാം. അതെ. അപ്പൊ അവർക്ക് കാക്കനാട് പ്രിഫർ ചെയ്തിട്ട്, ചില ആൾക്കാർ കാക്കനാട് താമസിക്കാൻ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല, പക്ഷെ അവർക്ക് ടുവേർഡ്സ് സിറ്റിയോട് വളരെ ഒരു അഫിലിയേഷൻ ഉണ്ടാവും. ലൈക്ക് എടപ്പള്ളി, കടവന്ത്ര, പനമ്പള്ളി നഗർ, ആ ഒരു ബെൽറ്റ്. അപ്പൊ ഇത് എടപ്പള്ളിക്ക് അടുത്ത് തന്നെ നമുക്ക് ഹൈവേ ടച്ചിൽ ഒരു പ്രോജക്റ്റും എന്നാൽ മെട്രോ കണക്ടിവിറ്റി ടുവേർഡ്സ് ഇൻഫോ പാർക്കും ഉണ്ട്. സോ ഐ തിങ്ക് എല്ലാം കൊണ്ടും കണക്ടിവിറ്റി വൈസ് പെർഫെക്റ്റ് ആണ്. ഞാൻ പറഞ്ഞ പോലെ വാക്കിംഗ് ഡിസ്റ്റൻസ്, ജസ്റ്റ് നടക്കാനുള്ള 300 മീറ്റർ നമുക്ക് മെട്രോ അമ്പാട്ട് ഇപ്പം ജസ്റ്റ് നമ്മൾ പാസ്സായി. ജിഞ്ചർ ഹോട്ടൽ തൊട്ടടുത്ത്. IIM ബിൽഡിംഗ് വരുന്നത്, കാലിക്കറ്റ് IIM വരുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റാ. കിൻഡർ ഹോസ്പിറ്റൽ തൊട്ടടുത്തായി.
ഷോപ്പിംഗ് പിന്നെ ഇഷ്ടംപോലെ വിസ്മി അടക്കമുള്ള എല്ലാ ഫെസിലിറ്റീസും എല്ലാ കൊമേഴ്ഷ്യൽ ഹോട്ടൽസ് എല്ലാ പ്രൊവിഷൻസും ഉണ്ട്. ഇത് റെസിഡൻസ് ഇൻ എ കമേഴ്ഷ്യൽ സ്പേസ് എന്ന് വേണേ പറയാം. മൊത്തം കമേഴ്ഷ്യൽ ഇടയിൽ വരുന്ന ഒരു റെസിഡൻസ് ഫ്ലാറ്റ് ആണിത്. നമ്മൾ എത്തി 5 മിനിറ്റ് ലുലുന്ന് സ്റ്റാർട്ട് ചെയ്ത് 5 മിനിറ്റ് ആയില്ലെന്ന് 5 മിനിറ്റ് ആയിട്ടില്ല, 5-ന് താഴെ. ഇത് ഓൺ ദ ഹൈവേയിൽ ഇത് പില്ലർ നമ്പർ 321 322 ഇതിന്റെ ഇടയിലായിട്ടാണ് വരുന്നത്. We have reached. So 4 minutes straight road. വേറെ ഇടവഴികളോ നേരെ ഹൈവേ, തൃശ്ശൂർ ഹൈവേ, എറണാകുളത്ത് നേരെ തൃശ്ശൂർ എടപ്പള്ളിന്ന് വിട്ടു 4 മിനിറ്റില് നമ്മൾ ഇവിടെ എത്തി. ഇത് ഹൈവേ ആണ്, പില്ലർ നമ്പർ 321 322. നമ്മുടെ പ്രോജക്ട് വരുന്നത് ഇവിടെയാണ്, ഹൈവേ ഫ്രണ്ടേജ്. ഒരു കാര്യം പേടിക്കേണ്ട, നാളെ എന്തെങ്കിലും ഇഷ്യൂ വന്നാലോ ഹൈവേ വൈഡന്റ് വന്നാലോ അങ്ങനെയല്ലേ? ഇല്ല, നമുക്ക് 7.5 മീറ്റർ ഓൾറെഡി നമ്മൾ വിട്ടിട്ടാണ് ബിൽഡിംഗ് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു പേടി വേണ്ട. പിന്നെ നമുക്ക് 2 നില കമേഴ്ഷ്യൽ ആണ്, ഫസ്റ്റ് 2 ഫ്ലോർ കമേഴ്ഷ്യൽ ആണ്. അപ്പൊ എപ്പോഴും ഫ്ലാറ്റിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ താഴെ താമസിക്കുന്നത് ഒരു ബുദ്ധിമുട്ടാണല്ലേ. ഫ്ലാറ്റിലെ ആൾക്കാർക്ക് മിക്കതും മേലെ താമസിക്കാനാണ് താല്പര്യം. അപ്പൊ ഇവിടെ നമുക്ക് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഫസ്റ്റ് അപ്പാർട്ട്മെന്റ് വരുന്നതിന് 3rd ഫ്ലോറിൽ. അപ്പൊ ആ ഒരു ഹൈറ്റിന്റെ പ്രശ്നം ഓൾറെഡി തീർന്നു. പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് കംപ്ലീറ്റ് സിറ്റി വ്യൂ ആണ്. പിറകിലുള്ളവര് നോക്കിയാലും ഭയങ്കര ഗ്രീനറി ഉള്ള വ്യൂ അല്ലെ. നമുക്ക് കളമശ്ശേരി തൊട്ട് അങ്ങ് വരെ നല്ല വ്യൂ. അപ്പൊ നമുക്ക് 4 അപ്പാർട്ട്മെന്റുകളാണ് ഒരു ഫ്ലോറിൽ വരുന്നത്. എത്ര ഫ്ലോർസാ പറഞ്ഞത്? നമുക്കിപ്പം 14 നിലയുണ്ട് മൊത്തം എല്ലാം അടക്കം ബിൽഡിംഗ് വരുന്നത്. നമ്മുടെ ബേസ്മെന്റ് ആണ് പാർക്കിംഗ് വരുന്നത്. 2 ഫ്ലോർ കമേഴ്ഷ്യൽ വരും, പിന്നെ 10 നില മുകളിലോട്ട് അങ്ങനെയാണുള്ളത്. എല്ലാ അമ്യൂണിറ്റീസും ഉണ്ട്. പിന്നെ പൂളൊക്കെ ഏറ്റവും മുകളിലാണ് വരുന്നത്. പൂളെന്നൊക്കെ പറഞ്ഞ ഒരു ഇൻഫിനിറ്റ്, ബിയോണ്ട് ഇൻഫിനിറ്റി, ശരിക്കും ഒരു ഇൻഫിനൈറ്റ് ഭയങ്കര വ്യൂ ആണ്. പിന്നെ ഒരു ഫ്ലോറിൽ 4 എന്ന് പറഞ്ഞാൽ നമുക്ക് 2 2 BHK വരും, ഒരു 3 BHK ഒരു 4 BHK. ഇത്ര അപ്പാർട്ട്മെന്റുകളേ ഉള്ളൂ. ഒരു ഫ്ലോറിൽ 4 അപ്പാർട്ട്മെന്റാണ് മൊത്തം. പിന്നെ നോർമലി ഫ്ലാറ്റ്സിന് ഉണ്ടാവുന്ന ഒരു പ്രശ്നം വെച്ചാൽ അൺഡിവൈഡ് ഷെയർ ഒത്തിരി ഫ്ലോർ പോവും. നമുക്ക് അതില്ല, നമുക്ക് വളരെ ടൈറ്റാണ്. കോമൺ ഏരിയ വളരെ കുറവാണ് ഇവിടെ. അപ്പൊ നമുക്ക് ഈ 1150 എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള 2 BHK ആണ്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് കാര്യം, ഇപ്പം എത്ര വില ഉണ്ടാവാറുണ്ട് കാരണം അൺഡിവൈഡഡ് പറഞ്ഞപ്പോ ഹൈവേ ടച്ച് ഒക്കെ എത്രയുണ്ടാവും? 25 25 കാലം കഴിയും. ഇപ്പൊ ഇവിടെ ഏകദേശം ഇപ്പൊ നിലവിൽ എനിക്ക് തോന്നുന്നു ഒരു 50-55 ലക്ഷം ലാൻഡ് വിലയുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഒരു 3 years down the line എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് ഒരു 65-70 lakhs എങ്കിലും അല്ലെ ഒരു വരുന്നുണ്ട്. ഇവിടെ ആ പ്രൈസിൽ ഇവിടെ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട് അല്ല, ഒന്നും ലാൻഡ് കിട്ടാനില്ല. പിന്നെ വേറൊരു ഒരാൾ ഇങ്ങനെ ഒരു ലാൻഡ് എടുത്തിട്ട് ഒരു റെസിഡൻഷ്യൽ ടവർ പണിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വലിയ ബിൽഡേഴ്സ് പോലും ചെയ്യില്ല. ഇതൊരു കമേഴ്ഷ്യൽ ടവർ ആയിട്ട് വരേണ്ട സാധനം. നമ്മൾ പിന്നെ കമേഴ്ഷ്യൽസ് അധികം ചെയ്തിട്ടില്ല, നമ്മൾ റെസിഡൻസിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്ഥാനം ആലോചിച്ച് ചെയ്തത്. ഇവിടെ നമ്മുടെ ഏകദേശം 1900 സ്ക്വയർ ഫീറ്റ് ഉള്ള 4 BHK നിങ്ങളുടെ അൺഡിവൈഡ് ഷെയർ 1.06 cents ആണ്. അതായത് ഏകദേശം 70 ലക്ഷം രൂപ അതിന്റെ വില വരുന്നത് ഒരു 2 കോടിനടുത്താണ്. 2 കോടിയിൽ നിങ്ങൾക്ക് ഓൾറെഡി 70 lakhs ലാൻഡ് ഇസ് യുവേഴ്സ്. ഒരു സെന്റ് ലാൻഡ് ഒരു അപ്പാർട്ട്മെന്റിന് ഇവിടെ അൺഡിവൈഡ് ഷെയർ കിട്ടും. കാരണം 31 അപ്പാർട്ട്മെന്റുകളെ നമുക്ക് മൊത്തമായിട്ടുള്ളൂ. അപ്പൊ അത് എനി ടൈം ലാൻഡ് വില നിങ്ങളുടെ ഈ പ്രൈസ് കവേർഡാണ്. അത് അങ്ങനെ ഒരു വലിയ വാല്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഡെഫിനറ്റ്ലി അതുപോലെ ഒരു സെന്റ് കിട്ടില്ല, 4 ബെഡ്റൂം വാങ്ങിച്ച് താഴെയല്ലേ കിട്ടും. ഞാൻ മറ്റേ അപ്പാർട്ട്മെന്റ്സ് കൂടുതൽ ചെയ്യുമ്പോഴും എല്ലാവരും അൺഡിവൈഡറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോഴും ഞാൻ അധികം കാര്യമായിട്ട് അതിനെ ഫോക്കസ് ചെയ്യാറ്. കാരണം അതൊരു ലോങ് ടേം തോട്ടാണ്. പക്ഷെ ഇതുപോലത്തെ പ്ലോട്ട്സിലാണ് അത് ശരിക്കും അതൊരു വാല്യൂ പോയിന്റ് ആവുന്നത്. കാരണം ഇതൊക്കെ എനി ടൈം ട്രാൻസാക്ഷൻ പോയിന്റ് ആണ്. ഇപ്പൊ മുമ്പിൽ കാണുന്ന മെട്രോ, അവിടെ മെട്രോ സ്റ്റേഷൻ, റൈറ്റിലേക്ക് ഒരു 4 മിനിറ്റ് ലുലു, ഹൈവേ ടച്ച് പ്ലോട്ട്. സോ ഫ്യൂച്ചറിൽ ഇതൊക്കെ 100% ഡിമാൻഡ് വരുന്നതും പ്രൈസ് നന്നായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന ഒരു പ്ലോട്ട് ആയിട്ട് എനിക്ക് തോന്നി. കമ്മ്യൂട്ടാണ് ഏറ്റവും. ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ ആലുവ സൈഡ്, തൃശ്ശൂർ സൈഡ് പോകണമെങ്കിലും, ലുലു എടപ്പള്ളി അല്ലെങ്കിൽ ഈവൻ എറണാകുളം മെറൈൻ ഡ്രൈവ് പോകണമെങ്കിലും, വൈറ്റ്ല ഇങ്ങോട്ട് പോകണമെങ്കിലും, സൈഡ് പോകണമെങ്കിലും, ഇറ്റ്സ് ഓൾ ദർ. ഇവിടെ നിന്ന് എയർപോർട്ട് ആണെങ്കിലും മിക്ക ആൾക്കാരും ഒന്ന് സ്റ്റക്ക് ആവുന്നത് ആ ലുലു ക്രൗഡ്. അത് ഇവിടെ ഇല്ല. ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് നമുക്ക് ഏറ്റവും ഇവിടെ ക്രോസ് ചെയ്ത് എല്ലാവർക്കും സമാധാനമാണ്. പിന്നെ നോർമലി എനിക്ക് തോന്നുന്നു ഇവിടെ താമസിക്കുന്ന മിക്കവരും കാറ് കുറവായിരിക്കും ഉപയോഗിക്കുന്നത്. കാരണം ലുലു എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റേഷനാണ് ഇവിടുന്ന് പുതുതായിട്ടുണ്ട്. ഒരു മെട്രോ ടു ഒരു 1.5 മിനിറ്റ് ആണ് ആക്ച്വലി മെട്രോ ട്രാവൽ ചെയ്യുന്നത്. യു ക്യാൻ ചെക്ക് ഇറ്റ് കയറിയിട്ട്. അപ്പൊ 3 മിനിറ്റില് നിങ്ങൾ ലുലിന് അകത്തെത്താം. പുറത്തിറങ്ങാതെ തന്നെ സ്റ്റേഷനകത്ത് സാധനങ്ങൾ വാങ്ങിക്കാൻ നേരെ മെട്രോ കയറിയിട്ട് 5 മിനിറ്റ് വീട്ടിൽ തിരിച്ചെത്താം. അപ്പൊ അതൊരു ഭയങ്കര വലിയൊരു കമ്മിറ്റ്മെന്റ് ശരിക്കും. അത് കാരണം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഓപ്ഷൻ അതാണ്.
പിന്നെ നമ്മൾ പറയുമ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ അമ്യൂണിറ്റീസും എല്ലാം ഉണ്ട് ടെക്കും പ്രൊവിഷൻസും അടിയിൽ കൊമേഴ്ഷ്യലിന്റെ ഒരു ഫ്ലോർ ഉണ്ട് അല്ലെ? രണ്ട് നില കൊമേഴ്ഷ്യലാ. അപ്പൊ അത് അഗൈൻ പ്രോബബ്ലി താഴത്തെ ഒരു ഗ്രോസറി അല്ലെങ്കിൽ ഒരു ഷോറൂം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരിക. അതും അവർക്ക് പിന്നെ നോ എൻട്രി, സെക്കൻഡ് ഫ്ലോർ തൊട്ടിട്ട് ആർക്കും എൻട്രി ഇല്ല, എല്ലാം കവേർഡാണ്. അപ്പൊ സ്റ്റെയറിൽ പോലും കയറാൻ പറ്റില്ല, യൂണിയുടെ ലിഫ്റ്റിൽ കയറാൻ പറ്റില്ല. ലിഫ്റ്റിൽ നിങ്ങൾക്ക് ഞെക്കാം, 2 വരെ ഞെക്കിയിട്ട് അവിടെ ഇറങ്ങാം, അത്രയും പറ്റും. ആക്സസ് കാർഡാണ്, എല്ലാം കംപ്ലീറ്റ് കവേർഡാണ്. നമുക്ക് ഇവിടെ ബൂം വയറർ ഉണ്ട് പാർക്കിങ്ങിന്. പാർക്കിങ്ങിന് നിങ്ങൾ കാർഡ് വെച്ചിട്ട് തന്നെ കയറിയാലും റെസിഡൻസിന് മാത്രമേ അകത്തോട്ട് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ എല്ലാം സെക്യൂർഡ് ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം കമേഴ്ഷ്യൽ കൂടെ ഇൻവോൾവ് ചെയ്യാൻ നമുക്കറിയാം. പിന്നെ ഒന്ന് വാല്യൂ അത്രയും അനുസരിച്ച് കൂടി. അപ്പൊ അങ്ങനെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ ഇത്രയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇവൻച്വലി എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത് പ്രൈസ് എന്നുള്ളത്. അത് വളരെ അഫോർഡബിൾ ആണ് കേട്ടോ. നമ്മൾ ഇപ്പൊ പ്രീ ലോഞ്ച് ഓഫർ ആണല്ലോ, നമ്മളിപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. 31 അപ്പാർട്ട്മെന്റിൽ എനിക്ക് തോന്നുന്നു ഒരു ഓൾമോസ്റ്റ് 10 എണ്ണം നമ്മൾ വിറ്റു കഴിഞ്ഞു. അതെ, 10-11 വിറ്റു. ഇനി ഒരു 20 അപ്പാർട്ട്മെന്റുകൾ താഴെയാണ് നമുക്ക് വിൽക്കാനുള്ളൂ. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു 20 പേർക്കാണ് നമുക്ക് ഇനി ഉള്ളൂ. ഇപ്പൊ നമ്മൾ വളരെ കമ്പാരിറ്റീവ്ലി പ്രൈസ് നമ്മൾ ഈ ഏരിയയിൽ വിൽക്കുന്ന ബാക്കി ബിൽഡേഴ്സിനെ അപേക്ഷിച്ച് ഒരു ലോഞ്ച് ഓഫറിൽ വളരെ നല്ലൊരു പ്രൈസാണ് കൊടുക്കുന്നത്. നമുക്ക് ഏകദേശം ഒരു 95 lakhs താഴെ നമുക്ക് 2 BHK സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതൊരു സാധാരണ കാക്കനാടുള്ള പ്രൈസ് അല്ലേ? സീരിയസ് ആയിട്ട് 95 lakhs അല്ല, ഒക്കെ പോട്ടെ, കാക്കനാട് ഈ ഏരിയയിൽ എങ്ങും ഇല്ല. കാക്കനാട് പോയാലും കിട്ടാനില്ല ഈ ഒരു പ്രൈസ്. കാക്കനാട് തന്നെ ലാൻഡ് കോസ്റ്റ് നോക്കൂല. കാക്കനാട് 12-15 ലക്ഷം രൂപ ലാൻഡ് കോസ്റ്റ് വരുന്നിടത്താണ് 60-70 ലക്ഷം രൂപയുടെ ലാൻഡാണ്. പിന്നെ ഒരു പോയിന്റ്, എനിക്ക് കുറെ ഇൻവെസ്റ്റർ ബേസ് ഉണ്ട്. ഐ തിങ്ക് ഇതൊരു ഇൻവെസ്റ്റർ പോർട്ട്ഫോളിയോനും പെർഫെക്റ്റ് ആണ്. കാരണം ഇവിടെ ഇനി കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. പിന്നെ നമ്മുടെ 6 ലൈൻ ഹൈവേ വരാൻ പോകുന്ന ഇവിടെ നിന്ന് ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആണ്. സോ ഇവിടെ നിന്ന് ടെക്നിക്കലി നമുക്കൊരു 3 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ 6 ലൈൻ ഹൈവേ കയറി റൈറ്റ് തൃശ്ശൂർ, ട്രിവാൻഡ്രം, കോഴിക്കോട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ട്രാവൽ ചെയ്യാം. പെർഫെക്റ്റ് ആണ് ആക്ച്വലി. ഇൻവെസ്റ്റ്മെന്റ് ഇപ്പം നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മിനിമം വിത്തിൻ ഒരു 3 yearsൽ ഒരു 2000 rupees മേലെ പെർ സ്ക്വയർ ഫീറ്റ് കയറും. അല്ല, ഇവിടെ കൂടിക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ ഓരോ ലോഞ്ച് ശ്രദ്ധിച്ചാലും നമുക്ക് അറിയാലോ, പ്രൈസ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഐ തിങ്ക് പ്രീ ലോഞ്ച് ആണ് മെയിൻ അട്രാക്ഷൻ. എന്റെയും മെയിൻ കോൺട്രിബ്യൂഷൻ പ്രീ ലോഞ്ചിലാണ്. മാക്സിമം പ്രീ ലോഞ്ചിൽ എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് ഇപ്പൊ നോക്കുന്നത്. പിന്നെ ഇതിന്റെ ഒരു കൺസ്ട്രക്ഷന്റെ എങ്ങനെയാ വരുന്നത് ആക്ച്വലി? കൺസ്ട്രക്ഷൻ ഇതൊരു ഗ്രീൻ ബിൽഡിംഗ് ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ കൺസ്ട്രക്ഷൻ എല്ലാം 4 ബ്ലോക്സ് ആണ്. ചൂടാണല്ലോ ഇവിടെ, പ്രത്യേകിച്ച് മരങ്ങളൊന്നുമില്ല. അപ്പൊ ഭയങ്കര ചൂടായിരിക്കും ഡെഫിനറ്റ്ലി. അപ്പൊ അതുകൊണ്ട് ചൂട് ഓൾമോസ്റ്റ് ഒരു രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ കംപ്ലീറ്റ് 4 ബ്രിക്സ് ആണ് ഉപയോഗിക്കുന്നത്. കോമൺ ഏരിയ, അതായത് മന്ത്ലി മെയിൻ്റെനൻസ് ഒരു പ്രശ്നമാണല്ലോ അല്ലെ ഇങ്ങനത്തെ ഒരു ബിൽഡിങ്ങിന്. അത് നമുക്ക് കുറയും. കാരണം എല്ലാ കോമൺ ഏരിയ നമ്മൾ സോളാർ പവേർഡ് ആണ്, ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നില്ല. സോളാർ വാട്ടർ ഹീറ്റർ നമ്മൾ കോമൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മന്ത്ലി മെയിൻ്റെനൻസ് നമുക്ക് ഗ്രാജുവലി കുറവായിരിക്കും. പിന്നെ വേറൊരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, ഇപ്പൊ എത്രയാ ഒരു രജിസ്ട്രേഷൻ കോസ്റ്റ് എത്ര വരും? സാധാരണ 10%. ഇവിടെ അത്രയില്ല. ഇവിടെ 6% രജിസ്ട്രേഷനേ ഉള്ളൂ. സ്ട്രേറ്റ് ഫോർവേഡ് ഒരു 4% ഡിസ്കൗണ്ട് ഇതിനകത്ത് കിട്ടും. കാരണം ഇതൊരു ഗ്രീൻ ബിൽഡിംഗ് ആയതുകൊണ്ട്, ഗ്രീൻ ബിൽഡിംഗ് സർട്ടിഫൈഡ് ആയതുകൊണ്ട് ഞാൻ പറയാം, ഇപ്പം ആക്ച്വലി ആസ് പെർ ദ ഗവൺമെന്റ് റൂൾ 6% മതി. നാളെ ഇനി 3 വർഷം കഴിഞ്ഞിട്ട് അതിനകത്ത് പുതിയ ചേഞ്ചസ് വരുമെന്ന് അറിയില്ല. പക്ഷെ എന്നാൽ പോലും ആസ് ഓഫ് നൗ 4% സ്ട്രേറ്റ്. അത് നമ്മൾ സംസാരിക്കുന്ന ഒരു കോടി രൂപയുടെ 4% നമുക്ക് ഇന്റീരിയർ ചെയ്യാനുള്ള എമൗണ്ട്. അതെ, ഒരു കിച്ചൺ വൃത്തിയായിട്ട് ചെയ്യാനുള്ള എമൗണ്ട് അതിനകത്തായി. അപ്പൊ അതൊരു വലിയ പ്ലസ് ആണ്. രജിസ്ട്രേഷൻ ഒരു മേജർ പാർട്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ആണല്ലോ. അതിലൊരു സേവിംഗ് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് തന്നെയാണ്. അപ്പൊ അത് സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. പിന്നെ നമുക്ക് ബാക്കി എല്ലാ ഫെസിലിറ്റീസും കാർ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. നമുക്ക് വളരെ ലിമിറ്റഡ് യൂണിറ്റ്സേ ഉള്ളൂ. അതുകൊണ്ട് പ്രൈസ് പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ലിമിറ്റഡ് പീരീഡിലായിരിക്കും. അതെ, നമുക്കിപ്പോ മാക്സിമം നേരത്തെ നമുക്ക് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നമുക്കറിയാം, ഒരു 2 to 3 months കൊണ്ട് നമ്മൾ സോൾഡ് ഔട്ട് ആവും. കെസാഡിലെ എല്ലാ പ്രോജക്റ്റ് എടുത്താലും അതുകൊണ്ട് എല്ലാ പ്രോജക്റ്റിലും നമുക്ക് കസ്റ്റമേഴ്സ് ഉള്ള ഒരാളാണ്. അതിനകത്ത് എല്ലാം അതെ, ഒന്നും വിൽക്കാനില്ല, നമ്മൾ സോൾഡ് ഔട്ട് ആണ്. നമുക്ക് അഡ്ജസ്റ്റന്റ് ആയിട്ട് നമ്മളൊരു പ്രോജക്റ്റ് ഈ തൊട്ട് ബാക്കിൽ കാണുന്നത് നമ്മുടെ പ്രോജക്റ്റ് തന്നെ. അതിപ്പം എനിക്ക് തോന്നുന്നു നമ്മളൊരു 5 months കൊണ്ട് ഏകദേശം 50 അപ്പാർട്ട്മെന്റ് നമ്മൾ വിറ്റ് തീർന്നു. അത് ഭയങ്കര ഫാസ്റ്റ് സെല്ലിംഗ് ആയിരുന്നു. അത് കോമ്പാക്ട് യൂണിറ്റ്സ് ആയിരുന്നു. ആൻഡ് എനിക്കറിയാം, കാരണം ലോഞ്ചിന്റെ ടൈമിൽ ഞാൻ അപ്രോച്ച് ചെയ്തപ്പോ തന്നെ അത് ഓൾമോസ്റ്റ് സെൽ ഔട്ട് ആയിരുന്നു. 1-2 യൂണിറ്റ്സ് ഒക്കെ നമുക്ക് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ ടൈമിൽ കുറെ കസ്റ്റമേഴ്സിന്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ടുള്ള യൂണിറ്റ്സ്. അത് അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്തു, അഡ്ജസ്റ്റന്റ് ഏരിയ ആയിട്ട്. ഈ ലൊക്കേഷൻ നിങ്ങൾ കംപ്ലീറ്റ്ലി വെൽ യൂട്ടിലൈസ് ചെയ്തു. നമുക്കിപ്പോ ഹൈവേ സൈഡ് നമുക്കൊരു 7ഓളം പ്രോജക്റ്റ് ഉണ്ട്. എല്ലാം ഹൈവേ ഫ്രണ്ടേജ്, ആലുവ തൊട്ടിട്ട് മരട് വരെയും. നമ്മുടെ പുതിയ ലോഞ്ചൊക്കെ അഗൈൻ അടുത്ത വീഡിയോസിൽ പറയാം.
വില്ലാസ് ആണ് നമ്മൾ മെയിൻലി ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഗ്രാജുവലി അപ്പാർട്ട്മെന്റ്സും ടൗൺ സീരീസ് എന്ന് പറഞ്ഞ പ്രൊജക്ടുകളൊക്കെ ചെയ്ത് വരികയാണ്. അതായത് ഒരു പ്രോപ്പർ ഇൻവെസ്റ്റ്മെന്റ് തൊട്ടിട്ട് ഒരു ഹൈ എൻഡ് അപ്പാർട്ട്മെന്റ് വരെയുള്ള സംഗതികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് ഈ പറഞ്ഞൊരു കൺസേൺ ആണ് അല്ലെ, ഹൈവേ സൈഡ് ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കുറവാണ്, ഇല്ല വളരെ കുറവാണ്. ഹൈവേ പ്രോജക്റ്റുകളും ഹൈവേന്ന് 50 മീറ്റർ 100 മീറ്റർ മാറിയിട്ടാണ്. അപ്പൊ താങ്ക് യു സോ Thank you മച്ച്. so much ഒരുപാട് for the കസ്റ്റമർ information. ഉണ്ടാവട്ടെ. അപ്പൊ Definitely. ഇനിയും കാണാം, അടുത്ത ഒത്തിരി പ്രോജക്റ്റുകൾ വരുന്നുണ്ട്. നിങ്ങളുടെ മേജർ ഹൈലൈറ്റ് എനിക്ക് തോന്നിയത് ലൊക്കേഷൻ ആണ്. ഐ തിങ്ക് ലൊക്കേഷൻ ഐഡന്റിഫിക്കേഷൻ കെസാഡലിന്റെ എനിക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം കോമ്പാക്ട് ആണെങ്കിലും മറ്റേ എൻഡ് യൂസ് കോൺസെപ്റ്റിലാണെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും ലൊക്കേഷൻ ഐഡന്റിഫിക്കേഷൻ നല്ല ഇതുണ്ട്. പ്രൈസ് വൈസ് ഒബ്വിയസ്ലി കോമ്പറ്റേറ്റീവ് പ്രൈസ്, ലൊക്കേഷൻ മിക്കവരും ഭയങ്കര കോസ്റ്റ്ലി ആവും എന്ന് തോന്നുന്ന ലൊക്കേഷനിൽ നിങ്ങൾ വളരെ നല്ലൊരു പ്രൈസിംഗിൽ ഓഫർ ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് കമ്പനിയുടെ സക്സസിന്റെ ഇത്. അപ്പം Thank you so much. താങ്ക് യു സോ മച്ച്.